സവാള മാർക്കറ്റ് എങ്ങനെ ഉണ്ട്? ആ ആ പൂനെന്ന് ചരക്കെത്തി തുടങ്ങിയോ? ഓ അത് ശരി. ആ നമ്മ തിരുമേനി അങ്ങ് എടുക്ക കൊഞ്ചം കൊടുക്കണം. നീ എന്താ ഇത്ര വൈകിയേ? പൂരം വൈകി. ആ വീട്ടിലെ ഗ്യാസ് ഊറ്റി തീർന്നു. ആ ഗ്യാസ് ഒന്ന് വെച്ചു കൊടുക്കണേ. ശരി. ഹലോ തിരുമേനിയാ? ആ ഞാൻ ജോസൂട്ടി. ഇന്നലെ എത്തി. ആ പിള്ളേരുണ്ട്. ആ ആ വടക്കോട്ട് പോയാൽ തൃശ്ശൂര്, തെക്കോട്ട് പോയാൽ ചെട്ടിക്കാട് പള്ളി. ഇതാണ് അവളുടെ ഭൂമിശാസ്ത്രം. വീട് വിട്ടിട്ട് ആദ്യമായിട്ടാ. ആ ആ ഒരു മിനിറ്റേ മുത്തോ മലയാള കൊല്ലം വേണേ വാങ്ങിച്ചു കൊടുത്തരേ. ശരിയെന്നാ. ഉപ്പ് വേണമാ? വേണമാ? ഉപ്പ് 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 വേണമാ? யாருக்கு வேணும் ഉപ്പ്? ഈ കയറൊന്ന് വലിച്ചു പിടിച്ചേ. മുടിയാത് ഒറ്റയ്ക്കങ്ങ് എടുത്തിട്ട് പോയാ മതി. അണ്ണ മരத்துக்கு മുന്നേ ഗ്യാസ് വേണോന്ന് ഒരു വാരத்துக்கு മുമ്പേ ഞാൻ சொன்னதானே, കേട്ടിയാ? നീ ആ നാവം നടക്ക് ഇന്ന് പിടിച്ചേ. വാടി. ഞാൻ சொன்ன ഒരു വിലയില്ല. നീ ആരാ ഈ നാട്ടിലെ MLA? അത് മുതലമ്മച്ചോ? ചേച്ചി ഇവളെ സൂക്ഷിച്ചോളേ. ശുദ്ധമായാടിയാ. തക്കം കിട്ടിയാ ഇവള് ചേച്ചി ചെവി കടിച്ചു പറിക്കും. ഞാനെന്താ കടുവേ? ഓ എങ്കിൽ എത്ര സമാധാനമായിരുന്നു. പിന്നെ എന്തോന്നാ? പോയി കണ്ണാടി എടുത്ത് നോക്ക്, ഒരു ഭൂതത്തെ കാണാം. മുത്തുന്റെ നാട് എവിടെയാ? ഗോവിന്ദ ഗോവിന്ദ. അറിഞ്ഞൂടെ ചേച്ചി, 5-6 വയസ്സുള്ളപ്പോ പണിയിൽ വന്നതാ. വന്നതൊന്നുമല്ല, ആരോ കൊണ്ടുവന്ന് നടവള്ളിയതാ. തല മുട്ടയടിച്ച് ചന്ദനം തേപ്പിച്ച് ആണ്ടിയാക്കി വിട്ടിട്ട് അവര് മുങ്ങി. ഇപ്പോഴും മുഖച്ചായുള്ള ആരെ കണ്ടാലും പുറകെ കൂടും. തേങ്ങാമടയൻ. കാവേരി. അയ്യടാ ചൊടിച്ചോ? അപ്പൊ ഇയാൾ എന്നെ ഭൂതനെ വിളിച്ചതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? വന്നിട്ടമ്മ ഇപ്പൊ ചേച്ചി. ചേച്ചി എന്നമ്മാ? അപ്പാവുക്ക് ചോറെടുത്ത് പോട്. അമ്മയ്ക്ക് എടുത്തു കൊടുത്താൽ എന്താ? നിന്റെ കണ്ണിൽ നിന്ന് മത്ത കുത്തിയിട്ടുണ്ടോ? എന്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിന്നോട് പറയുവോ? പോടി. 2 പൊണ്ടാട്ടിമാരുണ്ടായിട്ട് എന്താ കാര്യം? ഒരു പിടി ചോറ് വിളമ്പി തരാൻ 3ാമത് ഒരെണ്ണത്തിന് കെട്ടണമെന്നാ തോന്നുന്നത്. കെട്ടിക്കോ, വേണ്ടാന്ന് ആരോത് ചൊന്നാങ്ങളാ. എല്ലാ അവളുമാരുടെ ആവശ്യം കഴിയുമ്പോ കരിമ്പഞ്ചണ്ടി തുപ്പണ മാതിരി തുപ്പും. അപ്പൊ ഞാനേ കാണും. അല്ലെങ്കിൽ ഇതാ പാര് എന്നെ ഇപ്പിടി കൂട്ടുങ്ങ. എന്നെ അങ്ങനെ ആരും വായിലിട്ട് ചവയ്ക്കാമെന്ന് കരുതണ്ടടി. ഉനക്കൊന്നും എന്നെ തെരിയാതെ. എനക്ക് തെരിയാത്. അനെ തെരഞ്ചോളിങ്കി ഇരിക്കില്ലേ? വേണ്ട, വെറുതെ ചൊറിഞ്ഞു പുണ്ണാക്കണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ചാടി കടിക്കാൻ നിങ്ങൾക്ക് നാക്കുണ്ട്. അവളെ കണ്ടാ നാക്കുമില്ല ചാട്ടുമില്ല. എനക്കെന്നെ അവളെ പാത്ത ഭയമാ. എന്റെ പട്ടി പേടിക്കവളെ. പട്ടിയാത് പേടിക്കുമല്ലോ. നീ എപ്പോ വന്നു പപ്പിനി? ഇന്ന് കച്ചവടം നേരത്തെ കഴിഞ്ഞോ? കഴിയാൻ ഏതാത് കിടച്ചതാനേ. എന്തു പറ്റി? ഇന്ന് മാർക്കറ്റിൽ ചരക്കൊന്നും കിടക്കില്ല. തുറക്കം എന്താ തന്നെ കിടക്കരുത്. അത് കറക്റ്റ്. കാലയിലെ കെട്ട ശവനം പാത്തിട്ട് പോന്നാ എങ്കിലും കിടക്കോ? വേണ്ടവാ. എടി നീ കെട്ട ശവനം എന്ന് പറഞ്ഞത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി. ആമാ, നീതാ കെട്ട ശവനോ? നീയടി കെട്ട ശവനം. കൂടാത്രക്കാരി. അത് ഉന്നോട് തള്ള. തള്ളക്ക് പറഞ്ഞാലുണ്ടല്ലോ എന്നെ പണ്ണുവേ. എന്നെ പണ്ണുവേന് ചാണകത്തില് ചൂല മുക്കി പൂച്ചിടുവോ മൂഞ്ചി? എന്റെ തലവിധി. അപ്പാ ചോറെടുത്ത് വെച്ചിരിക്ക്. കരുവാട്. ഓൻ വലിയ വലിയ ആളാവുമ്പോ വലിയ നക്ഷത്രം വായിക്കാട്ടാ. ഹലോ. ആഹാ ഇത്ര നേരത്തെ എത്തിയേ? ഇന്നിങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ല. ഇവനെ കിட்ட കൈ കിട്ടിയപ്പോ നേരെ കിട്ട് പോരെ. പൂനെന്ന് സവാളയും കയറ്റി വന്ന ലോറി ഡ്രൈവറുടെ വക അകത്ത നല്ല ഒന്നാന്തര തറവാടിയാ. വീട്ടുകാരത്തേക്ക് ഇതൊന്നും കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. അവര് കഴിക്കണ്ടേ? അതല്ല, ഇതുകൊണ്ട് അകത്തേക്ക് കയറുന്നതിന് ഇത്തിരി വരുന്നില്ല. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളേ. ക്രിസ്മസ് ആയിട്ട് ഇത്തിരി വെള്ളടിക്കാൻ സമ്മതിക്കാത്ത ഏത് ഭാര്യ ഉണ്ടോ? അതിന് ക്രിസ്മസ് ഇങ്ങ് എത്തില്ലല്ലോ. എത്തിക്കോട്ടെ, വേഗം എത്താനുള്ള ഒരു അഡ്വാൻസ് ആയിട്ട് ഇവനെ സൽക്കരിക്കാം. വരിക. ഇറച്ചിക്കറി ഉണ്ടല്ലോ അല്ലേ? അതുണ്ടാവും. ആ എന്നെ കണ്ടുവല്ല പരിചയമുണ്ടോ? ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. അല്ല ഓർമ്മയുണ്ടാവില്ല. ആ തിരക്കിൽ മണവാളിനെ നോക്കുവോ ശാപ്പാടടിക്കാൻ വന്നവരെ നോക്കുവോ അല്ലേ? ഇതാണ് തിരുമേനി. അങ്ങനെ വെറും തിരുമേനി എന്ന് പറഞ്ഞാൽ പോരാ. മാങ്കുളം മനക്കിലെ സാവിത്രി അന്തർജനത്തിന്റെയും ദേവദത്തൻ നമ്പൂരിയുടെയും 3ാമത്തെ പുത്രനാ വിഷ്ണുനാരായണൻ നമ്പൂരി.
ഇപ്പൊ പഴനിയിലൊരു സവാള മുതലാളുടെ കണക്ക് പിള്ള ഒരു ഗമയ്ക്ക് വേണേ അക്കൗണ്ടറിനും പറയാം. ഇവിടെ വെറും തിരുമേനിയാ. അകത്തേക്ക് ഇരിക്കാലോ. ആ കണ്ടോ, ജോസൂട്ടിയല്ലേ പറഞ്ഞ എന്റെ അകത്ത് കേട്ടില്ലാന്ന്. തിരുമേനിമാർക്ക് എവിടെ ഒരു സ്ഥാനം ഉണ്ടോ മാപ്പിളെ? അപ്പോഴേ ക്രിസ്തുമസിനെ സ്വീകരിക്കാൻ സ്വാഗത പരിപാടിക്കുള്ള ഒരുക്കത്തോടെ ഞാൻ വന്നിരിക്കണേ. ഒരു ഇത്തിരി ഇറച്ചിക്കറി എടുത്തോ, 2 ഗ്ലാസും കുറച്ച് വെള്ളം. ട്രീസയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ. അവിടെ നിൽക്കുക. എന്താ തന്റെ പേര്? വിജി. നമ്മുടെയോ? സജി. ഏയ് വിജി സജി അസലായുണ്ട്. ഏയ് താനിവിടെ ഇരിക്കുക. ഓ ഇയാൾക്കിത് എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നു. ആദ്യമായിട്ടാ ഇങ്ങനൊരു. വെറുതെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നോണയൊന്നും പറയണ്ട. അല്ല, ആളൊരു പാവാണേ. ആരെവിടെ പാവം അല്ലാത്തെ? താഴത്തെ എങ്ങടെ ചേക്കാ ജഗ്ഗും ഗ്ലാസ് എടുത്തുണ്ടോ? ഞങ്ങളെ ഇടയ്ക്കൊക്കെ ഇവിടെ ഇങ്ങനെ കൂടുതൽ പതിവുണ്ടേ. നീ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് കിടന്നു. ഇരിക്കണോ? കുട്ടിയെ, ഇപ്പൊ എന്തായി? സമ്മതിച്ചിരിക്കണം. ആ, നീ ഉറങ്ങിയിട്ടുണ്ടോന്ന് അറിയാൻ വിളിച്ചടാ. ഉറങ്ങിയിട്ടുണ്ടാവും തിരുമേനി, ഇല്ലാന്ന് ഞാൻ. സോറി, ഞാൻ എന്റെ അനുഭവം വെച്ച് പറഞ്ഞതാ. എന്റെ ഭാര്യയാണ് ഇപ്പൊ അസലും ഉറക്കായിരിക്കും. അല്ല, ഇത് കേട്ടപ്പോ ട്രീസ കരുതും ഞാനൊരു സ്ഥിരം മദ്യപാനിയാണെന്ന്. അല്ലാട്ടോ, ഇല്ലത്തങ്ങടി ചെന്നാ ഈ വക സാധനങ്ങളെ പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരാളാ ഞാൻ. മാത്രമല്ല, മത്സ്യമാംസാദികൾ ഞാൻ കഴിക്കുമെന്ന് എന്റെ ഭാര്യ സ്വപ്നത്തിൽ പോലും കരുതാൻ ഇടം കൊടുത്തിട്ടില്ലേ. ഇതൊക്കെ നാട് വിട്ട് പോന്നാലേ ഉള്ളൂ. നാട് വിട്ട് നാട് വന്നാ പിന്നെ നാണല്ല എന്നാ പ്രമാണം. ഇയാളിങ്ങനെ പൂച്ചയെ പോലെ ഇരിക്കുന്നൊന്നും കണക്കാക്കണ്ട. വിളഞ്ഞ വിത്താ ഒരു കുപ്പി ഒറ്റയ്ക്ക് വിഴുങ്ങും. വേണ്ടാന്ന് പറഞ്ഞ ഉടനെ കുഴപ്പമുണ്ടാകല്ലേ. അല്ലെങ്കിൽ മദ്യപാനം ഒരു കുറ്റല്ല. ആ, ഞങ്ങളുടെ ദേവന്മാരുടെ കൂട്ടത്തിൽ തന്നെ മദ്യപാനില്ലാത്തൊരു കുറവാന്നല്ല, ഇല്ല. അല്പം മദ്യം ബോധത്തെ ഉണർത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടാവണല്ലോ. ആ. ബൈബിളിൽ മാത്രല്ല, പുരാണത്തിലുണ്ട്. മദ്യപന്റെ സൈക്കോളജിയെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. കാകൻ, കൊക്ക്, ചെറുകിളി, ഹനുമാൻ, കുംഭകർണൻ, പിറ്റേന്ന് വിഭീഷണൻ. കാര്യം മനസ്സിലായോ? ഇല്ല. തനിക്കറിയോ? മദ്യപാനി ഷാപ്പിൽ കയറുമ്പോ കാക്കയുടെ സ്വഭാവ ഓട്ടക്കണ്ണിട്ട് അങ്ങടും ഇങ്ങടും നോക്കി ചാടി ചാടി അകത്തേക്ക് ഒറ്റ കയറല. അകത്ത് കേറിയ പിന്നെ കൊക്ക. അപ്പുറം ഇപ്പുറം നോക്കാതെ ഒറ്റ ഇരിപ്പിൽ ഒറ്റ പിടിപ്പിക്കല. അവനകത്ത് ചെന്നാ പിന്നെ ചെറുകളിയായി കലവര ഈ വർത്താനം പറച്ചിലും കപ്പലണ്ടി തീറ്റയും അടുത്ത പടി ചാട്ട. ഷാപ്പിൽ കാണുന്നവരോടൊക്കെ ഹലോ ഹലോ ഹനുമാൻ, പിന്നെ കുംഭകർണൻ, കൂർക്കം വലിച്ച ഒറ്റ ഉറക്കം. പിറ്റേന്ന് കുറ്റബോധായി. വേണ്ടിയിരുന്നില്ല വിഭീഷണൻ. കലക്കി. ഇതാരോ വാകാരുടെങ്കിലും ആവട്ടെ. ശ്ലോകം എങ്ങനെയുണ്ട്? സൂപ്പർ. റീസക്ക് ഇതൊന്നും അത്രയ്ക്ക് രസിക്കില്ലേ തോന്നുന്നു. നിർത്തി, ഞങ്ങള് നിർത്തി. ഞാൻ അറിഞ്ഞ സന്തോഷപൂർവ്വം ഇതൊക്കെ ഒരുക്കി തന്നതിന് നന്ദിയുണ്ട്. അല്ല, ഇനിയിപ്പോ ഈ കണ്ടീഷനിൽ പോണോ? അയ്യോ, പോണം. എന്റെ കണ്ടീഷൻ ഒരു കുഴപ്പമില്ല. ഗുഡ് നൈറ്റ് ബോത്ത് ഓഫ് യു. തിരുവനെ, സമയം എന്തായി? 9 ആകാറായി. എന്റെ ഭഗവാനെ, ഇന്നാ മുതലാളുടെ വക പൂരപ്പാട്ട് കേൾക്കേണ്ടി വരും. താനെന്ത് പണി ചെയ്ത്? കുറച്ചും കൂടി നേരത്തെ വിളിക്കായിരുന്നില്ലേ? അതുകൊള്ള. എത്ര നേരമായിട്ട് വിളിക്കുന്നതാ? അബദ്ധായി. ട്രീസ വേറൊന്നും വിചാരിക്കരുത്. ഇവിടുത്തെ ഈ ബോറൽ ലൈഫില് ഇതൊക്കെ ഉള്ള ഒരു റിലീഫേ. എന്നാലും ഇന്നലെ ഇത്തിരി കൂടിപ്പോയി. വേണ്ടായിരുന്നു. ചായയോ? അല്ല, ഞാൻ ഇന്നലത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞാണേ. ഇനിയിപ്പോ വിഭീഷണനാവണ്ട. വിഭീഷണനോ? ഇന്നലത്തെ ശ്ലോകേ കാകൻ, കൊക്ക്, ചെറുകിളി. അതൊക്കെ ഞാൻ ഇന്നലോടെ വിളമ്പിയോ? ഈ കുട്ടിക്ക് ബോറടിച്ചിണ്ടാവും. സാരല്ലേ, ചായ കുടിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ബെസ്റ്റായിട്ടുണ്ട്. എന്നെ വരയ്ക്കാൻ പഠിപ്പിക്കോ?
മോക്ക് ചേച്ചി കോലിടുന്ന അച്ചി മേടിച്ചേരാ കേട്ടോ. കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? എന്റെ അപ്പനും നല്ല ബെൽത്തൂരൽ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലേ? രണ്ടു കൊണ്ടാട്ടി ഇരിക്കണം താനേ ഭാഗ്യവാൻ. അപ്പൊ ഞാൻ ഇടയ്ക്ക് വരാം. ആ ചിരിക്കൊരു പ്രസാദം ഇല്ലല്ലോ, വരണ്ടതാവൂലേ? വരട്ടെ മക്കളെ. കവരി എനിക്ക് ദേഷ്യം അയാളോട്. ആ ഇയാളെ അണ്ണനെ കൊണ്ട് കുടിപ്പിക്കാൻ വരുന്നത്. അണ്ണൻ ഇങ്ങനെ എന്നും കുടിക്കാറുണ്ടോ? ഏയ് ഈ തിരുമേനി വരുമ്പോഴേ ഉള്ളൂ. അന്നൊരു പൊടി പൂരായിരിക്കും. ഞാൻ വഴക്കു പറയും. നിന്റെ അപ്പന്റെ രണ്ടാമത്തെ ഭാര്യയും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ താമസം? ഒരുമിച്ചോ? ആ ഇവിടെ അതൊന്നും വലിയ പുതുമയല്ലേ ചേച്ചി. ആശയ്ക്കൊന്ന് അൻപക്കൊന്നാ ഇവിടുത്തുകാര് പറയാ. ചിന്ന വീടില്ലാത്തൊരു ചുരുക്ക. ചിന്ന വീടോ? ആ രണ്ടാം ഭാര്യമാരെ അങ്ങനെയാ വിളിക്കുക. ഇവിടെ മുരുക ഭഗവാന് തന്നെ 2 ഭാര്യമാരാ, വള്ളിയും ദേവിയാനിയും. അപ്പൊ നിന്റെ അമ്മയൊന്നും പറയില്ലേ? പറഞ്ഞിട്ടെന്തിനാ, അപ്പന്റെ ഇഷ്ടല്ലേ. ബാലൻസ് ഉണ്ടെങ്കിൽ വെച്ചിരുന്നാ പോതും. ഞാൻ അപ്പുറം വന്ന് വാങ്ങിக்கலாம். നീ എങ്ങടെ പോற? കൊഞ്ചം വേല ഇരിക്കണ്ണാ. சரி. குழந்தைக்கு என்ன பால் எடுக்கணுமா? വേണങ്ക. ആളിവിടെ ഇല്ല, കാലത്തെ വ്യാപാരത്തിന് പോയതാ. ഞാൻ മുത്തുനെ കാണാൻ വന്നതൊന്നുമല്ല. പിന്നെ എന്നെ കാണാൻ വന്നതാ? പോ മാമ. നിനക്ക് നാണിക്കാനൊക്കെ അറിയാലോ. ആര് എന്നെ കളിയാക്കി എനിക്ക് ദേഷ്യം വരുവേ. ഓ എന്നാ അവിടെ ഇരിക്കുക. നല്ല മധുരമായിട്ട് ഒരു ചായ തരാം, അത് കുടിച്ചിട്ട് പോവാ. ആ ഓ എത്തിയില്ലോ. 100 ആയിഷ. മുത്തോ കുറച്ച് തിരക്കുണ്ട് മാമ. ടിഫിൻ കഴിച്ചിട്ട് പോകുമനെ. മാർക്കറ്റിൽ ലേലം തുടങ്ങാൻ സമയമായി. ഒന്ന് ഇറങ്ങിയിട്ട് പോടാ, ഒരു ചെറിയ കാര്യമുണ്ട്. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ പറ. മാർക്കറ്റിൽ നിന്ന് വരുമ്പോ ഞാൻ മേടിച്ചോണ്ട് വരാം. എനിക്കൊന്നും മേടിക്കാനില്ല. നേരത്തും കാലത്തും ടിഫിൻ ചാപ്പിട്ടില്ലെങ്കിൽ കൂമ്പ് വാടിപ്പോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വാ. നമ്മുടെ സൗകര്യം നോക്കി കടച്ചെന്നല്ലേ ജോസൻ എന്നെ ഓടിക്കും. എന്നാ പിന്നെ ടിഫിൻ കഴിച്ചിട്ട് പോ. നിനക്ക് ജോലി തിരക്കല്ലേ, നീ പൊക്കോ. അതാ നല്ലത്. അല്ല കഴിച്ചിട്ട് പോ. മാമൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലാന്ന് വേണ്ട. അങ്ങനെ വലിയ ബഹുമാനം ഒന്നും വേണ്ട. അല്ല സമയത്തിന് ആരും കഴിച്ചില്ലെങ്കിൽ ഈ കൂമ്പ്. സൈക്കിൾ വെച്ചിട്ട് പോ, എനിക്ക് തിരക്കുണ്ട്. കാവേരി വിജയ് നീ ഓടി വീഴണ്ട. കാവേരി മതി, മോൻ പേടിക്കും. എടി മക്കളെ വീഴ്ച നിന്റെ തോലുരിക്കും ഞാൻ. അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ? ഒറ്റയ്ക്കിരുന്ന് മടുത്ത് കാണുമല്ലേ? ഏയ് മക്കളുള്ളോണ്ട് നേരം പോണ അറിയില്ല. തലയിൽ എന്തെണ്ണ തേക്കണേ? നല്ല മണമുണ്ടല്ലോ. ചെറുനാരങ്ങയിലും ചെമ്പരത്തിയും കൂടി ഇട്ട് കാച്ചുന്ന എണ്ണയാ. ആ ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോ സൂക്ഷിക്കണം. പുഴയിൽ തന്നെയല്ലേ, വെള്ളത്തിന് കട്ടി കൂടുതലാ. തലമുടിയൊക്കെ ചാകരിനാര് പോലെ ആവും. പോരാത്തിന് സുഖമില്ലാത്ത ആളാണല്ലോ. കാവേരി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എപ്പോ ഇരിക്കുമോ? ഇല്ല, തണുപ്പ് അധികം ആവുമ്പോഴേ ഉള്ളൂ. ആ അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ തണ്ണി തലയിൽ ഒഴിച്ചാൽ എനിക്ക് അപ്പ തുടങ്ങും ഇരുമല്. രാമേട്ടന് ഒരു കുഴപ്പമില്ല. ശരിക്കും കുഴമ്പ് തേച്ച് ചൂട് തന്നെയിലാ കുളിക്കുക. ആ കുഴമ്പിന് നല്ല മണാട്ടോ. മറ്റവരോടെ പോയി? ആര്? ആ ചക്കളത്തിയാ. അവള് കാലയിലെ കൂടെ കൊണ്ട് ഇറങ്ങുമല്ലോ ആണുങ്ങളെ കണ്ണറിഞ്ഞു വീഴ്ത്താൻ. കൂടോത്രക്കാരിയാ. കൂടോത്രോ? ആ വേറൊരു പെണ്ണിന്റെ മുഖത്ത് കണ്ണെടുത്ത് പാക്കാത്ത ആളായിരുന്നു എന്റെ രാമേട്ടൻ. അവള് കൈവശം കൊടുത്തതാ. അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളല്ലേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. എനിക്ക് വിശ്വാസമാ. ജഡസ്വാമിയുടെ അടുത്ത് പോയി മഷിയിട്ട് നോക്കിയപ്പോ കണ്ടതാ. പരിപ്പുവടയിലാ കൊടുത്തേക്കണേ. നമ്മുടെ ഒന്നും നാട്ടിലെ പോലെ അല്ല ഇവിടെ. വലിയ കൂടോത്രക്കാരുണ്ട്. എത്ര അൻപായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സ് മാറ്റിക്കളി. നമ്മളെ പാക്കറത് കൂടെ അവർക്ക് വെറുപ്പാവും. എന്റെ അനുഭവം ഞാനീ പറയുന്നേ. എന്താ ശവം കൊണ്ടുപോണതാ. ശവോ? ആ കസേരയിൽ ഇരിക്കുന്ന ചത്താളാ. എന്നിട്ടെന്താ ചെണ്ടോട്ടും ഡാൻസും ഒക്കെ ആയിട്ട്? ഇവിടെ ഇപ്പിടിത്താ ചത്താലും പറഞ്ഞാലും ഒക്കെ കൊട്ടും പാട്ടുവാ.